ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ 2 അത്യാവശ്യം നല്ല സൈസുള്ള സവാളയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അത് രണ്ടും ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കുഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടുന്നവരെ നമ്മളിത് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ സവാളയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എല്ലാം കൂടെ ഞാനിപ്പം ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിയായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ചേർത്തിട്ട് ഈ ഒരു സവാളയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഒരു 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ആ ഒരു മസാലയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും 1-2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് നല്ല പോലെ തന്നെ ഉടച്ചെടുത്താണ് ഇനി ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഈ ചിക്കനിൽ ഞാൻ ഉപ്പ് അതുപോലെ കുരുമുളക് കുറച്ച് സോയ സോസും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി എടുക്കുക. എല്ലൊക്കെ ഒഴിവാക്കി എടുത്തിട്ട് കഷ്ണങ്ങൾ മാത്രമായിട്ട് ചീകിയിട്ട് എടുക്കുക. അതും കൂടെ ചേർത്തിട്ട് മസാലയായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം കേട്ടോ. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്. ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസ് ആണ്. ഞാനിതവിടെ ബ്രെഡ് സ്ലൈസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അരികുവശങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ഈ ഒരു ബ്രൗൺ ആയിട്ടുള്ള പാർട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ബ്രെഡ് സ്ലൈസിൻ്റെയും അരികുവശങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് റെഡിയാക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിൽ കറക്റ്റായിട്ടൊന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതായത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. ഈ ഒരു ബ്രെഡ് സ്ലൈസിൽ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കാൻ. ഫില്ലിങ് ഓവറായിട്ട് പോകരുത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബ്രെഡ് സ്ലൈസ് കൊടുത്തിട്ട് അതിൽ നമ്മൾ നമ്മുടെ വൈറ്റ് സോസാണ് ചേർക്കുന്നത്. അതായത് ഗാർലിക് സോസാണ് ഇതിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് സോസിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. അപ്പോൾ ആ ഒരു വൈറ്റ് സോസ് ഒരു ബ്രെഡ് സ്ലൈസിൽ നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാനും. എന്നിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒരു 4 പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ചെറിയ ബ്രെഡ് സ്ലൈസ് ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഒരു ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബ്രെഡ് സ്ലൈസ് നീങ്ങാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് സ്ലൈസ് ഞാൻ 2ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇന്ന് നമ്മുടെ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് അതിലാണ് ഞാൻ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. മുട്ട താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഈ ഒരു മൈദയുടെ മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നല്ല പോലെ എല്ലാ വശവും കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്.
അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1, 2, 3 ബാച്ചായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ ഒന്നുകൂടെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ വലിയ ബ്രെഡ് സ്ലൈസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ബ്രെഡ് സ്ലൈസിനെ തന്നെ നമുക്ക് 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു വശം റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ആ ഒരു വശം കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റി വെക്കാം. രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്